ബലികുടീരങ്ങളെ ബലികുടീരങ്ങളെ സ്മരണകളിരമ്പും തങ്കത്താഴികൾ കുടമല്ല, താരാപഥത്തിലരഥമല്ല, ചന്ദ്രബിംബം കവികൾ പുകഴ്ത്തിയ വർണ്ണമയൂരമല്ല. ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും ഞാൻ ഗോപകുമാരനെ. ഈശ്വരൻ ഹിന്ദുവല്ല, ഇസ്ലാമല്ല, ക്രിസ്ത്യാനിയല്ല, ഇന്ദ്രനും ചന്ദ്രനുമല്ല. പ്രവാചകന്മാരെ പറയൂ, പ്രഗാധമകലയാണോ ഇവിടെ കാറ്റിനു സുഗന്ധം, ഇവിടെ കാറ്റിനു സുഗന്ധം, ഇതിലെ പോയത് വസന്തം. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. പോളിച്ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മൾ ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ ചാലക്കുടിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. 9 എണ്ണം. ഇന്ന് ഞായറാഴ്ച നമുക്കൊരു പാട്ടോട് കൂടിയിട്ട് അങ്ങോട്ട് ആരംഭിച്ചാലോ? മനോഹരമായൊരു പാട്ട്. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. ഇത് സംഭവം വയലാർ. യെസ്, അനശ്വരനായ വയലാറിന്റെ ഓർമ്മ ദിനമാണ് നാളെ. അപ്പോൾ പോളിച്ചേട്ടനായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് പോളിച്ചേട്ടൻ വയലാറിനൊരു ചാലക്കുടി ബന്ധമുണ്ടെന്ന് പറയുന്നത്. എന്താണ് പോളിച്ചേട്ടൻ ചാലക്കുടി ബന്ധം? ചാലക്കുടി ബന്ധം വെച്ചാൽ വയലാറ് ആദ്യം വിവാഹം ചെയ്തത് ചന്ദ്രമതി തമ്പുരാട്ടീനാണ്. 7 വർഷമായിട്ടും അവരുടെ വിവാഹ ഇതിലൊരു സന്താന ഭാഗ്യം ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവരുടെ അനിയത്തിയെ വിവാഹം കഴിക്കുന്ന വീട്ടുകാരും അമ്മയൊക്കെ നിർബന്ധിച്ചു. അങ്ങനെ ഭാരതി തമ്പുരാട്ടിനെ വിവാഹം ചെയ്യാം. ഈ ഭാരതി തമ്പുരാട്ടിക്ക് 4 മക്കളാണ്. ഒരാൾ ഗാനരചയിതാവായ ശരത്ചന്ദ്ര പ്രസാദ്, മറ്റൊന്ന് ഇന്ദുലേഖ, യമുന, സിന്ധു. അപ്പോൾ ഉള്ള പേരാണ്. അപ്പോൾ സിന്ധു ജന്മഭൂമി അവിടെയാണെങ്കിലും കർമ്മഭൂമി ഇവിടെയായിപ്പോൾ ചാലക്കുടിയിൽ വന്ന് അവരുടെ തന്നെ ബന്ധുവായ കൃഷ്ണകുമാറുമായുള്ള വിവാഹം അവരുടെ താമസിച്ചു. അവർക്കൊരു മകള് മീനാക്ഷി. അവരിപ്പോൾ ഈ വയലാർ ഗാനങ്ങളെ സംബന്ധിച്ചൊക്കെ റിസർച്ച് നടത്തുന്നത്. 2021 മെയ് മാസത്തിൽ ആ കോവിഡ് മഹാമാരി കാലഘട്ടത്തിൽ സിന്ധു നമ്മളോട് യാത്ര പറഞ്ഞു. അപ്പോൾ ചാലക്കുടിയുമായിട്ട് വയലാറിൻ്റെ ബന്ധമുണ്ട്. അതാണ് ഈ 50 വർഷത്തെ 1975 ഒക്ടോബർ മാസം 27 വയലാർ നമ്മളോട് വിട പറഞ്ഞിട്ട് നാളേക്ക് 50 കൊല്ലം കഴിയാം. 50 കൊല്ലം. അതാണ് വയലാറിൻ്റെ ചരിത്രമായിട്ട് നമ്മൾ വീണ്ടും പിരിക്കാനുള്ള ഒരു കാരണഭൂതമായത്. ഈ വയലാർ എന്ന് പറയുന്ന ഗാനരചയിതാവിനെ മനസ്സിലാക്കുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട്. പല മേഖലകളിലൂടെ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ കടന്നു പോയിട്ടുള്ള ഒരു സംഭവം കാണാൻ സാധിക്കും. നാസ്തികനായ വയലാർ എഴുതിയിട്ടുള്ളത് പലതും ഈശ്വരഗാനം, വിപ്ലവഗാനം. അതുപോലെ തന്നെ പറയാം, അദ്ദേഹത്തിൻ്റെ ഉറച്ച നിലപാടുകൾ വ്യക്തമാക്കാനായിട്ട് അദ്ദേഹം ആരെയും മുന്നിൽ തലകുനിക്കാൻ നിൽക്കാറില്ല. മധുര മനോജ്ഞ ചൈനേ, ട്യൂണിങ്ങനെയാണെങ്കിലും മധുര മനോജ്ഞ ചൈനേ എന്ന് പറഞ്ഞ ആള് തന്നെ അതിന് വ്യത്യസ്തമായിട്ട് ചൈനയ്ക്ക് എതിരായിട്ട് 1962 ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടായിരുന്നു. അപ്പൊ ചൈന ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ അത് ഒരാൾ ഒരു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ചേരിയും ആ ചേരിയിൽ നിൽക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ അദ്ദേഹം നേരെ വിപരീതമായി. അയാൾ പരസ്യമായി തന്നെ അതിനെതിർത്ത് സംസാരിക്കുകയും, അപ്പോൾ എതിർത്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനോട് എതിർപ്പുള്ള ആളുകൾ അദ്ദേഹം എഴുതിയ നയന മനോഹര മനോജ്ഞ ചൈന ഈ പാട്ട് വരികൾ പാടി. അപ്പൊ അയാളതിന് നേരെ എഴുതിട്ട് ഹോ ഭയങ്കര കുടിലതന്ത്ര ചൈന, ഹോ ഭയങ്കര കുടിലതന്ത്ര ചൈന എന്ന് പറഞ്ഞിട്ട് ആള് മറിച്ച് അപ്പൊ തന്നെ മറ്റൊരു പാട്ട് എഴുതുന്നുള്ളൂ. അതിന് വയലാറിന്റെ വ്യത്യസ്തകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും തോന്നുന്നത് ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹം നാസ്തികനായിരുന്നു, നിരീശ്വരവാദിയായിരുന്നു. എഴുതിയ ഓരോ പാട്ടുകൾ ഇപ്പൊ അയാൾക്ക് അച്ഛനും പാപ്പയും എന്ന 1972 അതിലാണ് ആദ്യത്തെ ദേശീയ പുരസ്കാരം നടന്നത്. അത് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. ഈ മനോഹരമായ സാധനത്തിനാണ് ദേശീയ പുരസ്കാരം കിട്ടിയത്. ഇത് എഴുതിയ ആൾ തന്നെയാണ്
ഈശ്വരൻ ഹിന്ദുവല്ല, ഇസ്ലാമല്ല, ക്രിസ്ത്യാനിയല്ല, ഇന്ദ്രനും ചന്ദ്രനുമല്ല. അങ്ങനെ പ്രതീക്ഷകളുടെ അപ്പുറത്തിന് പ്രവാചകന്മാരെ പറയൂ പ്രകാശമകലയാണോ, ഇതൊക്കെ പാടിയ ആള് തന്നെയാണ് ഈ 1970 പുറത്തിറങ്ങിയ പേൾവി എന്ന ചിത്രത്തിൽ നമ്മൾ ആദ്യമായി പാടിയ ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. ക്രിസ്തീയ ഭക്തിഗാനങ്ങളിലെ ഏറ്റവും മനോഹരമായ ഭക്തിഗാനം. വളരെ സിമ്പിൾ ആയിട്ടുള്ള അതിനും വളരെ ആർക്കും പാടാം. ഇതിനേക്കാൾ വ്യത്യാസം പൂന്താനമാണ് ഭക്ത കവികളില്, അത് കൃഷ്ണഭക്തിയിൽ ഏറ്റവും വലിയ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയുള്ള പൂന്താനം. ഈ പൂന്താനത്തിൽ പോലും എഴുതാത്ത രീതിയിലാണ് അദ്ദേഹം ഗുരുവായൂരപ്പനെ ചോദിച്ചത്. ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും ഞാൻ ഗോപകുമാരനെ. ഇങ്ങനെ എഴുതിയ ഒരേ സമയം തന്നെ ഒരു വിപ്ലവകാരി നാസ്തികൻ. 1969 ജൂലൈ 20 എൻ്റെ ഓർമ്മയിൽ നീൽ ആംസ്ട്രോങ് ചന്ദ്രനിലെത്തിയത്. അതിനു മുമ്പ് അപ്പോളോ, ജെമിനി, ആ സംവിധാനം, റഷ്യ അതിനു മുമ്പൊക്കെ ചില ഗവേഷണങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഈ 1969 ചന്ദ്രനിൽ എത്തിയ കാലഘട്ടത്തിലോ അതിന് തൊട്ട് മുമ്പായോ അദ്ദേഹം ഈ ശാസ്ത്ര അവബോധത്തിന്റെ അടിസ്ഥാനത്തിൽ പാട്ട് എഴുതിയിരുന്നു. ഈ വയലാറ് അത് ചന്ദ്രനെ കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ അതുവരെ ഉണ്ടായിരുന്ന സങ്കല്പങ്ങൾ കവികൾ പറഞ്ഞത് വഴികൾ വഴിച്ചൊക്കെ തെറ്റാന്നുണ്ട്. തങ്കത്താഴിക കുടമല്ല, താരാപഥത്തിലെ രഥമല്ല, ചന്ദ്രബിംബം കവികൾ പുകഴ്ത്തിയ വർണ്ണമയൂരമല്ല എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് എന്താണോ ശാസ്ത്രം പിന്നീട് കണ്ടുപിടിച്ച് അത് അതേ മുന്നേ എഴുതണം. 70 എഴുതി സിനിമയിൽ ഇത് വരാണ്. വയലാറിന്റെ ഒരു എന്താ പറയാ അപൂർവങ്ങളിൽ അപൂർവമായ പ്രത്യേകതയാണ്. ഇപ്പൊ എനിക്ക് പണ്ട് ഞാൻ കണ്ട ഒരു പഴയ സിനിമയില് നായിക അന്തയും ബദിരിയുമാണ്. അപ്പൊ അവർക്ക് കണ്ണാണാൻ കഴിയില്ല, ചെവി കേൾക്കാൻ പറയില്ല, അപ്പൊ ആരൊന്നിനും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല, കാഴ്ച കൊണ്ടും കഴിയില്ല. അവർക്ക് ഒരു വസന്തത്തെ തന്നെ തിരിച്ചറിയാൻ കഴിയാ. അപ്പൊ അദ്ദേഹം എഴുതിയ ദീർഘവീക്ഷണം അല്ലെങ്കിൽ ആ വീക്ഷണമാണ് അയാൾ ആ വരികൾ എഴുതിയ വസന്തത്തെ കുറിച്ച് അറിയാൻ വേണ്ടി. ഇവിടെ കാറ്റിനു സുഗന്ധം, പോയത് വസന്തം. വസന്തം അറിയണമെങ്കിൽ കാറ്റ് ഊതണം, ആ നാസഗ്രന്ഥി കൂടെ ശ്വസന പ്രക്രിയയോടെ മണം അറിയണം. അതാണ് വയലാറിന്റെ ഏറ്റവും ഗൗരവതരമായ ഏറ്റവും മനോഹരതരമായ വീക്ഷണ ബുദ്ധി എന്ന് പറയാവുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാക്കിലൊരു സദ്യ വിളമ്പണ പോലെയാണ് ഈ വയലാറിന്റെ പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 1928 വയലാർ ജനിക്കുന്നത്. 1975 മരിച്ചു. 1961 ആദ്യത്തെ സംസ്ഥാന പുരസ്കാരം എന്നുള്ളൊരു അത് സാഹിത്യ പുരസ്കാരം എന്ന രീതിയിലാണ് അയാളുടെ ആദ്യത്തെ കിട്ടുന്നത്. അത് കവിതാ സമാഹാരത്തിനാണ്. പിന്നീട് 69 വീണ്ടും ഗാനരംഗത്തേക്കുള്ള ഒരു പുരസ്കാരം എന്ന രീതിയിൽ വരണം. പിന്നെ 1969 മുതൽ തുടർച്ചയായി 75 വരെയുള്ള സംസ്ഥാന പുരസ്കാരങ്ങൾ വയലാറിന് തന്നെയായിരുന്നു. അത് വയലാറിനായിട്ട് അഡ്മിറ്റ് ചെയ്ത മാതിരി തന്നെയായിരുന്നു. ഇതിനകത്ത് നമുക്ക് ഏറ്റവും വളരെ വ്യത്യസ്തമായി തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയലാർ ദേവരാജൻ കൂട്ട്. വയലാർ ദേവരാജൻ കൂട്ട് അത് ലോകത്തിൽ ഇത്രമാത്രം ഭാഷകളുണ്ട്, ഇത്രമാത്രം രാജ്യങ്ങളുണ്ട്. പക്ഷെ ഒരു ഭാഷയിലും 600ഓളം ഗാനങ്ങൾ ഒരു ഗാനരചയിതാവ് ഒരു സംഗീത സംവിധാനം കൂടി ഒരുമിച്ച് കൂടിച്ചേർന്ന ഉണ്ടാവില്ല. 100 പോലും ഉണ്ടാവില്ല. അത് വലിയൊരു അതൊരു ഇതിഹാസം വേണമെന്ന് പറയാൻ പറ്റില്ല. അത് അങ്ങനെ 600ഓളം ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയ ഒരു ടീമായിരുന്നത്. അത് വലിയൊരു സംഭവമാണ്. വയലാറിന് മുമ്പും പ്രസിദ്ധമായിരുന്നു എന്നറിയാമല്ലോ. ഈ നമ്മൾ നേരത്തെ ചോദിച്ചു 69 കാര്യം പറഞ്ഞു, അതിനുശേഷമുള്ള കാര്യങ്ങൾ. പക്ഷേ കേരളത്തിലെ ആദ്യത്തെ ജനകീയ മന്ത്രിസഭ EMS മന്ത്രിസഭ, ആ മന്ത്രിസഭയുടെ കാലത്താണ് പാളയം രക്തസാക്ഷി മണ്ഡപം രൂപപ്പെടുത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഉദ്ഘാടന വേളയിൽ പാടാൻ വേണ്ടി ഒരു പാട്ട് ചിട്ടപ്പെടുത്താൻ പറഞ്ഞു. ആ പാട്ടാണ് അന്നും ഇന്നും പ്രസിദ്ധമായ ബലികുടീരങ്ങളെ ബലികുടീരങ്ങളെ സ്മരണകളിരമ്പും. അത് മനോഹരമായ പാട്ട് അതാണ്. ഈ പാട്ടൊക്കെ ഇപ്പോഴും എത്ര ഇനി ഒരു 5-8 നൂറ്റാണ്ട് കഴിഞ്ഞാലും ഈ പാട്ട് മനസ്സിന്റെ ഉള്ളിൽ നിൽക്കുന്നത്. വയലാറിന്റെ ഓരോ പാട്ടും റിസർച്ച് ചെയ്ത് ഓരോ പാട്ടും മൊത്തം പാട്ടുകൾ കണ്ടോ, ഓരോ പാട്ടും റിസർച്ച് ചെയ്താൽ ഒരു വളരെ മനോഹരമായിട്ടൊരു പാട്ടില്ലേ ചന്ദ്രകള. അതാണ് ഇവിടെ PTയുടെ ഇതിലൂടെ വീണ്ടും പ്രസിദ്ധമായി. തോമസ് MLA അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന് ചികിത്സാ സമയത്ത് മരണം അദ്ദേഹത്തിന് മുന്നിൽ കണ്ടു, ബോധ്യപ്പെട്ടു. കുടുംബാംഗങ്ങളോട് പറഞ്ഞ അവസാനത്തെ ആഗ്രഹം എൻ്റെ സംസ്കാര ചടങ്ങുകൾ അതിന്റെ വിലാപയാത്ര പോകുമ്പോൾ ഈ പാട്ട് വായിക്കണം. ഈ മനോഹര തീരത്തു തരുമോ
ഇനിയൊരു ജന്മം. ഒരാളുടെ മരണം സാധാരണ മരിച്ച സമയത്ത് പാടാനൊക്കെ ചിട്ടപ്പെടുത്തിയ പാട്ടുകളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഹൈന്ദവ സംസ്കാരത്തിൽ ഏത് പാട്ടുകളും ഒരു ക്രിസ്ത്യാനിയായ മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ ഈ വയലാറിന്റെ പാട്ട് അദ്ദേഹത്തിന് അവസാനത്തെ ആഗ്രഹങ്ങളിൽ ഒന്നായിട്ടാണ്. അത്രമാത്രം ഹൃദയങ്ങളെ ചേർത്ത് വെച്ച അല്ലെങ്കിൽ ഹൃദയങ്ങളെ കീഴടക്കിയിട്ടുള്ള ഒരു ഗാനരചിതാവായിരുന്നു. അല്ല, അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ ഈ മരണവും അതിനെപ്പറ്റി ഒരുപാട് ഒരു ജീവിതം പലപ്പോഴും വിവാദങ്ങളായിരുന്നു. അതുപോലെ തന്നെ മരണം ഒരു വിവാദമാണ്. ഇപ്പൊ 2011 ഏഴാച്ചേരി അതൊരു പത്രസമ്മേളനം വിളിച്ച് തന്നെ ഏഴാച്ചേരി രാമേന്ദ്രൻ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ലിവർ ഡിസോസിസ് ആയിട്ട് ലിവർ കംപ്ലൈന്റ് കരൾ രോഗത്തെ സംബന്ധിച്ചാണ് അതിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് അവസാനം അഡ്മിറ്റ് ചെയ്യണത്. അപ്പോൾ അവിടെ ചികിത്സാ പിഴവ് എന്നാണ് അന്നും പറഞ്ഞിട്ടാണ്. അദ്ദേഹത്തിന്റെ രക്തഗ്രൂപ്പ് മാറി കുത്തിവെച്ചു. അതുമാതിരി ചികിത്സാ രീതികളിൽ വേറെ എന്ത് വ്യത്യാസങ്ങൾ വരുത്തി വന്നോ, അബോധപൂർവമാണോ നമുക്കറിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം മരിച്ചതെന്നും അത് അന്ന് ഒരു വലിയ നഷ്ടമാണ് മലയാളിക്കോ അല്ലെങ്കിൽ ലോകത്തിനോ ഗാന സംഭവത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ ഏഴാച്ചേരി ഒരു 14 കൊല്ലം മുമ്പൊക്കെ ഉണ്ട് ഏഴാച്ചേരി പത്രസമ്മേളനം. അത് വയലാറിനെ സംബന്ധിച്ച് ഒരു പ്രതിഭയായിരുന്നു, പ്രതിഭാസമായിരുന്നു, ഇതിഹാസമായിരുന്നു. നമുക്കത് ഒരിക്കലും എന്താ പറയുക മാറ്റം വയ്ക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ പകരം വയ്ക്കാൻ പറ്റാത്ത ഇനി ഉണ്ടാവോ ഇനി ഒരാൾ പിറക്കോ എന്നൊന്നും നമുക്കറിയില്ല. ഞാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ കാണുമ്പോഴേ അദ്ദേഹത്തിന്റെ മുഖം ഒക്കെ നോക്കുമ്പോൾ കഴുത്തൊക്കെ സ്വല്പം ഉയർത്തി ഏത് നിലപാടും തുറന്നു പറയാനായിട്ടുള്ള അത്തരത്തിലുള്ളൊരു മുഖഭാവമാണ് അദ്ദേഹത്തിന്റെ. പ്രത്യേകിച്ച് ചൈനയുടെ കേസൊക്കെ പറഞ്ഞപ്പോൾ എനിക്കത് വളരെ ഫീൽ ചെയ്തൊരു സംഭവമാണ്. അദ്ദേഹത്തിന് ആ ഒരു കൂസലില്ലായ്മയിലാണ് ആളിങ്ങനെ നിൽക്കുന്നത്. അല്ലാതെ മധുര മനോഹര ചൈന, നയന മനോഹര മനോജ്ഞ ചൈന, കുടിലതന്ത്ര നേരെ വിപരീതമായിട്ടൊരു ഗാനം ചിട്ടപ്പെടുത്താണ്. അത് മാത്രമല്ല ആ നിലപാട് പറയാണ്. പലപ്പോഴും അദ്ദേഹത്തിന്റെ ഈ പുലർക്കാലങ്ങളിലാണ് പല പാട്ടുകളും വന്നിട്ടെന്ന് പറയുന്നത്. 4 മണിക്ക് കഴിഞ്ഞിട്ട് വന്നിട്ട് പലരും പങ്കുവെച്ചുള്ള കാര്യങ്ങളാണ്. പുലർച്ചെ പാട്ട് ശരിയായി പുലർക്കാലങ്ങളിലാണ് സൃഷ്ടിയുടെ ഒരു ഇത് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത്. അല്ല, വയലാറിന്റെ ഓർമ്മകളിൽ അദ്ദേഹത്തിന്റെ തായ്വഴിയിൽ ഇപ്പൊ മകൻ അത് ഗാനരചനയുണ്ട്. ആരും ആ മേഖലയിലില്ല. ഇപ്പൊ ഈ മീനാക്ഷിക്ക് മീനാക്ഷിക്ക് റിസർച്ചും കാര്യങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അത് അവർക്ക് താല്പര്യമുള്ള മേഖലയാണെന്നാണ് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൊക്കെ ഡോക്ടറേറ്റുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. വയലാർ ഗാനങ്ങള് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം ഓരോ ഗാനങ്ങൾക്കും ഓരോ റിസർച്ച് നടത്തിയിട്ട് PhD എടുക്കാവുന്ന അത്രമാത്രം അനന്ത സാധ്യതകളല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം മഹാപ്രതിഭയായിട്ടുള്ള ഒരു മനുഷ്യന് ചാലക്കുടിയായിട്ടും ബന്ധം ഉണ്ടായിരുന്നു. നമ്മൾ ചാലക്കുടിനെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. പ്രതിഭകൾക്കും ചാലക്കുടിയായിട്ടൊരു ബന്ധം ഒരു ബന്ധം ഉണ്ടായിരുന്നു. ഒരു കർമ്മപദം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും മലയാളികളുടെ മനസ്സിൽ ഒരു എന്താ പറയുക, നമുക്ക് എങ്ങനെ ആളെ വിശേഷിപ്പിക്കണം എന്നുള്ളത് ഇപ്പോഴും പറയാൻ പറ്റില്ല. പല മേഖലകളിലൂടെയും ഒക്കെ കടന്നു പോയിട്ടുള്ള അദ്ദേഹം എഴുതിയിട്ടുള്ള വയലാർ രാമവർമ്മ എന്ന് പറയുന്ന ഒരു മഹത്വം, അദ്ദേഹം എഴുതിയിട്ടുള്ള വരികൾ ഓരോ ദിവസവും മലയാളികൾക്ക് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും പാട്ട് ഒന്ന് മൂളാതെ ഉറങ്ങാൻ സാധിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു നാക്കിലയിൽ സദ്യ വിളമ്പുന്നത് പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ഗാനങ്ങളും. തീർച്ചയായിട്ടും ആ മഹാത്മാവിൻ്റെ ഓർമ്മ ദിനമാണ് നാളെ. അദ്ദേഹത്തിൻ്റെ ഒരുപിടി ഗാനങ്ങൾ ഇന്നും അദ്ദേഹം മരിക്കാത്തത് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലൂടെ തന്നെ ഇന്ന് അദ്ദേഹം ജീവിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു. ശതകോടി പ്രണാമം. അപ്പോൾ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. യെസ്. നന്ദി, നമസ്കാരം.